മാംഗല്യസൂത്രം ഭാഗം 8. അവർ മാത്രമായി ആ വീട്ടിൽ. അവളോട് നല്ല സ്നേഹത്തിൽ തന്നെ ആയിരുന്നു അവൻ പെരുമാറിയത്. അനാമിക എല്ലാ കാര്യങ്ങളും അവളുടെ വീട്ടുകാരോട് പറഞ്ഞതിൽ അവന് ദേഷ്യമുണ്ടായെങ്കിലും അതൊന്നും അവൻ പുറത്ത് കാണിച്ചില്ല. അന്ന് രാത്രി ആദ്യമായി റൂമിലേക്ക് കടക്കാമെന്ന അനാമികയെ അവൻ കെട്ടിപ്പിടിച്ചു. അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആദ്യ ചുംബനം. അവൾ ഏറെ നാളെ കാത്തിരുന്ന നിമിഷം. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു. എന്നിട്ട് ആദ്യമായി അവളോടവൻ കുറേ നേരം സംസാരിച്ചു. എന്നോട് ക്ഷമിക്കൂ പെണ്ണെ, ഇനി നമുക്ക് നല്ല ജീവിതം തുടങ്ങാം. ഇനി ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ ലോകം. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ പഠിത്തം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി നോക്കാം. നീ സങ്കടപ്പെടണ്ട, നിൻ്റെ ഭാവി ഓർത്താൻ ഞാൻ. വേണ്ട ശ്രീയേട്ട, എനിക്ക് മനസ്സിലാവും ഏട്ടന്. എന്നോട് ഇതേപോലെ സംസാരിച്ചാൽ മതി, ഈ സ്നേഹം കാട്ടിയാൽ മതി. അത്ര മാത്രമേ എനിക്ക് വേണ്ടൂ. എന്നോട് ആദ്യം സംസാരിക്കാതിരുന്നപ്പോൾ എനിക്കവിടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ഏട്ടൻ എന്നെ ഇഷ്ടപ്പെടാതെയാണോ കിട്ടിയത് എന്ന് വരെ എനിക്ക് തോന്നി. അതാ എനിക്ക് സങ്കടമായി. ഇപ്പം സന്തോഷമായി ഏട്ടാ. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി. ആദ്യം വളരെ സ്നേഹത്തോടെയാണ് അവൻ പെരുമാറിയത്. രാവിലെ അവൾ ക്ലാസ്സിന് പോകും, അവൻ കടയിലേക്കും. ഇടയ്ക്ക് അവളെ വിളിക്കുകയും സംസാരിക്കുകയും ഇടയ്ക്ക് അവളെ കൂട്ടി കറങ്ങാൻ പോവുകയും ചെയ്യും. വൈകിട്ട് നേരത്തെ വരും, സംസാരിക്കും. അങ്ങനെ സന്തോഷത്തിൽ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അവളുടെ വീട്ടുകാർക്കും സന്തോഷമായിരുന്നു അവരുടെ കാര്യമോർത്ത്. അങ്ങനെ ഇരിക്കെ പതിയെ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അനാമിക അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും പഴയ സ്വഭാവത്തിലായി അവൻ. അവളോട് സംസാരിക്കുന്നത് കുറഞ്ഞു, ഒരകലം പാലിക്കാൻ തുടങ്ങി. രാത്രി വൈകി വരാൻ തുടങ്ങി. ആവശ്യമില്ലാതെ അവളെ ചീത്ത പറയാനും തുടങ്ങി. ഇതെല്ലാം അവൾക്ക് സങ്കടമുണ്ടാക്കിയിരുന്നെങ്കിലും അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. ഇതിനിടയ്ക്ക് കടയിലേക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവളുടെ കുറച്ച് സ്വർണവും വാങ്ങിയിരുന്നു. അതൊന്നും അവളുടെ വീട്ടുകാരോട് പോലും അവൾ പറഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് ആവശ്യമില്ലാതെ അവളെ അവൻ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും അത് അവളുടെ വീട്ടുകാരെ അവൾ അറിയിച്ചില്ല. കാരണം അവൻ നന്നാവുമെന്നോർത്ത്. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും രേവതി അവളെ വിളിക്കുകയോ കാണുകയോ ചെയ്തില്ല. അവൾ തന്നെ ചതിക്കുകയായിരുന്നെന്ന് അനാമികയ്ക്ക് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് ശ്രാവണിൻ്റെ ഉപദ്രവങ്ങൾ കൂടി തുടങ്ങി. അവൾക്ക് അവനെ മനസ്സിലാക്കാനേ പറ്റിയില്ല. ശ്രാവണോട് സംസാരിക്കാൻ പോലും അവൾക്ക് പേടിയായിരുന്നു. ഇങ്ങനെ പോയാൽ തനിക്ക് തൻ്റെ ജീവൻ പോലും നഷ്ടമാവുമെന്ന് തോന്നിയപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ച് അവനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി അവൻ കടയിൽ നിന്ന് വന്നതും, ശ്രീയേട്ട, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു? നിങ്ങൾക്ക് എന്താ എന്നോടിങ്ങനെ? എന്നെ വേണ്ടെങ്കിൽ പറയൂ. എൻ്റെ വീട്ടുകാരെ പോലും ഞാനൊന്നും അറിയിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി. കാരണം നിങ്ങൾ നന്നാവും എന്ന് കരുതി അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ നിങ്ങളെ. ഇതെല്ലാം പറഞ്ഞ് തീർന്നപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ഇതെല്ലാം കേട്ടിട്ടും അങ്ങനെയൊന്നുമില്ല, നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാണ് എന്നും പറഞ്ഞ് അവൻ ആ കാര്യം അവിടെ ഒഴിവാക്കി. ആരോടും ഒന്നും പറയാതെ ഇതെല്ലാം സഹിച്ച് അവൾ ആക്കി തകർന്നു പോയിരുന്നു. ഇതിനിടയ്ക്ക് അവളുടെ ഉള്ളിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉടലെടുത്തു. ഇനി ശ്രീയേട്ടന് മറ്റൊരിടെങ്കിലും വല്ല ബന്ധമുണ്ടോ എന്ന്. ഒരു ദിവസം ശ്രാവൺ ഉറങ്ങിയതും അവൻ്റെ ഫോണെടുത്ത് അവൾ പരിശോധിച്ചു. താൻ ആ ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ ആ ഫോണിൽ ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫോൺ നോക്കിയതും അതിലെ ചാറ്റുകളും ഫോട്ടോസും കൊണ്ട് അവളൊന്ന് ഞെട്ടി. തല കറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക്. വീഴാതിരിക്കാൻ നിറത്തൂർന്നിറങ്ങി അവൾ. തുടരും.